കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. 1 തെസ്സലോനിക്കർക്ക് ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവാൻ നോക്കുവിൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുവിൻ. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് നമുക്ക് ഈ വാക്യങ്ങൾക്കകത്തുകൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, തിന്മ ചെയ്യുന്നവരെ ആരെയും നമ്മൾ എന്ത് ചെയ്യരുത്, സപ്പോർട്ട് ചെയ്യരുത്. അവരെ തിന്മ ചെയ്യാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. അതാണ് പറഞ്ഞത്, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുവിൻ. അപ്പം എന്ത് വിഷയത്തിലായാലും പലപ്പോഴും നമുക്കൊക്കെ നേരിടുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പലതും ചെയ്യത്തില്ല, പക്ഷേ മറ്റുള്ള പലരും ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പലപ്പോഴും ഒരു മൗനസമ്മതം മൂളുന്ന മേഖലകൾ ഉണ്ട്. ഇപ്പം നമ്മൾ ആർക്കെതിരെ പ്രതികാരം ചെയ്യുമോ? ഇല്ല. എന്നാൽ മറ്റുള്ളവർ ചെയ്യുന്നതിനകത്ത് നമ്മൾ കുഴപ്പമില്ല എന്ന് പറയുന്ന ആൾക്കാരെ ഉണ്ട്. ഇവിടെ പറയുന്നത്, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യണം, നോക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം, ഒരാൾ നമുക്കെതിരെ, ഉദാഹരണത്തിന് നമുക്കെതിരെ തിന്മ ചെയ്തു. അപ്പം നമ്മൾ അതിന് പകരം തിന്മയല്ല ചെയ്യേണ്ടത്, നന്മ ചെയ്യണം. ഇനി നമ്മൾ കാണുന്ന, ഇല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ വേറൊരാളിനെതിരെ തിന്മ ചെയ്യുന്നത് നമ്മൾ കണ്ടാൽ, നമ്മൾ മനസ്സിലാക്കിയാൽ, അതിൽ നിന്ന് അവരെന്ത് ചെയ്യണം, നിരുത്സാഹപ്പെടുത്തണം. ഒരിക്കലും അവരെ തിന്മ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യരുത്, മൗനാനുവാദം കൊടുക്കരുത്, പ്രോത്സാഹിപ്പിക്കരുത്. അതാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആരും തിന്മ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യരുത്, നോക്കരുത്. 2, എപ്പോഴും എല്ലാവരോടും എന്ത് ചെയ്യണം, നന്മ ചെയ്തുകൊണ്ടിരിക്കാനും കൂടെ നമുക്ക് തിരുവചനത്തിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നല്ലേ. റോമലേഖനം 12-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം മുതലൊന്ന് വായിച്ച്. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുൻപിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോട് സമാധാനം ആയിരിപ്പിൻ. അപ്പോൾ ദൈവം നമ്മളോട് പറയുന്നത് തിന്മ ചെയ്യരുത് എന്നുള്ളത് തന്നെയാണ്. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് എന്നുള്ളതാണ് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ. 1 പത്രോസ് ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. അപ്പോൾ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഒരു ദോഷത്തിന് പകരം ദോഷം, ശകാരത്തിന് പകരം ശകാരം എന്നല്ല, നമ്മൾ അവരെന്ത് ചെയ്യുക, അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടവരിക അല്ലേ. അതാണ് മത്തായി സുവിശേഷം 5:44 യേശു പറഞ്ഞത്, ശത്രുവിനെ സ്നേഹിപ്പിൻ, അവന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പിൻ, അവൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്ന് തന്നെയാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്കെതിരെ ഒരുപക്ഷെ ദോഷം ചെയ്തതാകാം, ഒരു കാലത്ത് നമുക്ക് മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദന തന്നവരായിരിക്കാം അവർ, പക്ഷെ നമുക്ക് തിരിച്ചത് ചെയ്യാൻ വ്യവസ്ഥ തിരുവചനം പറയുന്നില്ല. അതുകൊണ്ട് അവരെ അനുഗ്രഹിക്കുക, അവർ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുക, അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടരുത്. ദൈവം ചെയ്യേണ്ടത്, റോമലേഖനമൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് ദൈവകോപത്തിന് ഇടം കൊടുപ്പിനെന്നാണ് 12:19 പറയുന്നത് അല്ലേ. അപ്പോൾ ദൈവം ചെയ്യേണ്ടത് ഭംഗിയായിട്ട് ദൈവം ചെയ്യും. നമ്മൾ ആ പ്രതികാര ബുദ്ധിയോടെ, പ്രതികാര ചിന്തയോടുകൂടെ മൂവ് ചെയ്യാൻ അനുവദിക്കരുത്. ആ നിലവാരത്തിൽ തന്നെ നമുക്ക് ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. യേശു പോലും യേശുവിനെ ക്രൂശിച്ചവരുടെ മുൻപാകെ പറഞ്ഞത്, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായെങ്കിൽ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് കർത്താവ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ കർത്താവിനെ നമുക്ക് പിൻഗമിക്കാം, ആ കർത്താവ് പറഞ്ഞ മാതൃക പ്രകാരം നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായിരിക്കാൻ സ്വർഗം ഇടവരുത്തിയാണ്. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.